ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ഉത്തർപ്രദേശിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസം സംബന്ധിച്ച കോൺഗ്രസിന്റെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസം ആസൂത്രിതമാണെന്ന് കാണിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ആരോപണങ്ങൾ അനാവശ്യമാണെന്നും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണം നടത്തരുതെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി 21 ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. 2022 ഓഗസ്റ്റിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ഈ വർഷം മാർച്ച് 21-നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യുന്നതിൽ വരുത്തിയ കാലതാമസം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീംകോടതി തീരുമാനം ഭരണഘടനയിൽ വിശ്വാസമുള്ള എല്ലാവർക്കും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണെന്ന് ആം ആദ്മി പാർട്ടി നേതൃത്വം പ്രതികരിച്ചു. തീരുമാനം ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനേറ്റ തിരിച്ചടിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കെജ്രിവാളിന്റെ ജാമ്യം ജനാധിപത്യത്തിന് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഗുണ്ടല്ലൂർ മേഖലയിൽ ജില്ലാ റിസർവ് ഗാർഡും പ്രത്യേക ദൌത്യസേനയും നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഏറ്റുമുട്ടൽ 4 മണിക്കൂറോളം നീണ്ടു. പ്രദേശത്തു നിന്നും തോക്കുകളും മറ്റ് ആയുധങ്ങളും കണ്ടെടുത്തു. രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ച 28,200 മൊബൈലുകൾ ബ്ലോക്ക് ചെയ്യാൻ ടെലികോം സർവീസ് ദാതാക്കളോട് ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് ഉത്തരവിട്ടു. 20 ലക്ഷം മൊബൈൽ കണക്ഷനുകൾ പരിശോധിക്കാനും വകുപ്പ് നിർദ്ദേശം നൽകി. ഈ മൊബൈൽ ഫോണുകൾ കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന് ആഭ്യന്തര മന്ത്രാലയവും പോലീസും കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിനോദസഞ്ചാരം വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ദൌത്യ സംഘത്തിന്റെ 5ാം യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കാര്യക്ഷമതാ വർധനവ്, പരിശീലനം, മേഖലയിലെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങി നിരവധി വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. കേരളത്തിൽ ഈ അക്കാദമിക വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ബിരുദ പഠനം കോഴ്സുകളിൽ അടിസ്ഥാനപരമായി തന്നെ മാറ്റം വരുത്തുന്ന വിധത്തിലാണ് 4 വർഷ കോഴ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റുകൾ ആർജിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ബിരുദം നേടി പുറത്തിറങ്ങാം. 4ാം വർഷം ഗവേഷണാത്മക പ്രവർത്തനങ്ങളും ഇന്റേൺഷിപ്പും പ്രൊജക്ടുകളും ഉൾപ്പെടെ 177 ക്രെഡിറ്റ് ആർജിച്ചാൽ ഓണേഴ്സ് ബിരുദം ലഭിക്കും. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് 2.5 വർഷം കൊണ്ട് ബിരുദം പൂർത്തീകരിക്കാനും ഇതിൽ അവസരമുണ്ട്. മെയ് 20-ന് മുമ്പായി അപേക്ഷ ക്ഷണിക്കുമെന്നും ജൂൺ 15-നകം ട്രയൽ റാങ്ക് ലിസ്റ്റും അവസാന റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൊച്ചി BPCL പാചകവാതക പ്ലാന്റിലെ കരാർ ഡ്രൈവർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. BPCL മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പാചകവാതക സിലിണ്ടറുകൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂലിത്തർക്കത്തിൽ തൃശൂരിലെ സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ വെച്ച് കയറ്റിറക്ക തൊഴിലാളികൾ ലോറി ഡ്രൈവറെ മർദ്ദിച്ചതിനെ തുടർന്നായിരുന്നു സമരം. ഇന്റർ സർവീസസ് ഓർഗനൈസേഷൻസ് കമാൻഡ്, കൺട്രോൾ ആൻഡ് ഡിസിപ്ലിൻ നിയമം ഗസറ്റിലൂടെ വിജ്ഞാപനം ചെയ്തു. 2023 വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ബിൽ പാസാക്കിയിരുന്നു. സേനാ വിഭാഗങ്ങളുടെ ശരിയായ പ്രവർത്തനം, നിയന്ത്രണം, ഉത്തരവുകളുടെ കൈമാറ്റം എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് നിയമം. അച്ചടക്കവും ഭരണനിർവഹണവും കാര്യക്ഷമമായി പരിപാലിക്കുന്നതിനായി സേവന ഉദ്യോഗസ്ഥരുടെ മേൽ നിയന്ത്രണം ചെലുത്താൻ ISOകളുടെ കമാൻഡർ ഇൻ ചീഫ്, ഓഫീസർ ഇൻ കമാൻഡ് എന്നിവർക്ക് നിയമം അധികാരം നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ 2024 കേരള പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരള പുരസ്കാരം .kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ജൂലൈ 31 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. 2024 കേരള പിറവി ദിനത്തോടനുബന്ധിച്ചാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് വയനാട് ജില്ലയിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.